നമസ്കാരം. ചില വ്യക്തികൾ വേണ്ടപ്പെട്ടവരെയോ അല്ലെങ്കിൽ ഒപ്പമുള്ള മറ്റ് വ്യക്തികളെയോ വളരെയധികം വിശ്വസിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നവരാകുന്നു. അവർ പറയുന്നതായ കാര്യങ്ങളിൽ വളരെയധികം വിശ്വാസം എപ്പോഴും പുലർത്തുന്നവരായിരിക്കും ഇവർ. എന്നാൽ ഇത്തരത്തിൽ മറ്റുള്ളവരെ വളരെയധികം വിശ്വസിക്കുകയും ഒപ്പം നിൽക്കുന്നവരെയോ അല്ലെങ്കിൽ പരിചയമുള്ള അല്ലെങ്കിൽ മറ്റ് വ്യക്തികളെ കണ്ണടച്ച് വിശ്വസിക്കുകയും പിന്നീട് അവരുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള ദോഷകരമായ കാര്യങ്ങൾ, ചതി, വഞ്ചന ജീവിതത്തിൽ നേരിടേണ്ടതായി വന്നു ചേരാം. അത്തരത്തിൽ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള ചില നക്ഷത്രക്കാരുണ്ട്. ആ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. അതായത് മറ്റുള്ളവരോട് അനുകമ്പ, സ്നേഹം അഥവാ മറ്റുള്ളവരെ വിശ്വസിച്ച് പല വിധത്തിലുള്ള നഷ്ടങ്ങൾ, അത് ധനപരവും അല്ലാത്തതുമായ നഷ്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. പറയുന്നത് പൊതുഫലപ്രകാരമാകുന്നു. അതിനാൽ ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. മറ്റ് നക്ഷത്രക്കാർക്ക് അവരുടെ ജാതകപ്രകാരം ഇത്തരത്തിലുള്ള ഫലങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. ചോതി നക്ഷത്രക്കാർ പൊതുവെ സ്നേഹസമ്പന്നരായ നക്ഷത്രക്കാരാകുന്നു. മറ്റുള്ളവരെ വളരെയധികം വിശ്വസിക്കുകയും മറ്റുള്ളവർക്ക് സഹായം ചെയ്യണം അല്ലെങ്കിൽ ആവശ്യമായ സമയത്ത് പല വിധത്തിലുള്ള സഹായങ്ങൾ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും മറ്റു വ്യക്തികൾക്കും നൽകുന്നവരാകുന്നു. എന്നാൽ പലപ്പോഴും മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കുകയോ മറ്റുള്ളവരോട് സ്നേഹം, അനുകമ്പ തോന്നി സഹായിക്കുകയും അവരുടെ ദോഷകരമായ സമയത്ത് സഹായിക്കുകയും അഥവാ വിഷമകരമായ സമയത്ത് സഹായിക്കുകയും പിന്നീട് നിങ്ങളുടെ സമ്പാദ്യം തന്നെ നഷ്ടമാകുന്ന അവസ്ഥ വന്നു ചേരാം. അല്ലെങ്കിൽ ധനപരമായ നഷ്ടം ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം. അതിനാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ ശ്രദ്ധിച്ച് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രം അത്തം നക്ഷത്രമാകുന്നു. അത്തം നക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും മറ്റുള്ളവരോട് വളരെയധികം സ്നേഹവും അനുകമ്പയും തോന്നുന്നതാണ്. ഇത് എപ്പോഴും ഉണ്ടാകേണ്ടതായ ഒരു കാര്യവുമാണ്. മനുഷ്യനായാൽ ഇത്തരം കാര്യങ്ങൾ വേണ്ടതുമാണ്. എന്നാൽ മറ്റുള്ളവരെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെ ഇത്തരത്തിൽ നിങ്ങൾ സഹായിക്കുകയും അത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കുകയും ചെയ്യാം. അഥവാ മറ്റുള്ളവർ നിങ്ങളെ ചതിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. തന്മൂലം ധനനഷ്ടം, മാനസികപരമായ പ്രയാസങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലുള്ളവരാണ് അത്തം നക്ഷത്രക്കാർ. അതിനാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോയില്ല എങ്കിൽ അത് നിങ്ങൾക്ക് വളരെ വലിയ നഷ്ടങ്ങൾ വരുത്തിവെക്കും എന്ന കാര്യവും ഓർക്കുക. തിരുവാതിര നക്ഷത്രക്കാരും ഇത്തരത്തിലുള്ള ദോഷകരമായ ഫലങ്ങൾ അനുഭവിക്കുന്നവരാകുന്നു. മറ്റുള്ളവരെ അകമഴിഞ്ഞ് സഹായിക്കണം. മറ്റുള്ളവരുടെ വിഷമഘട്ടത്തിൽ വളരെയധികം പ്രയാസപ്പെടുന്നവർ തന്നെയാണ് ഇവർ. പലപ്പോഴും ഇത്തരത്തിൽ മറ്റുള്ളവരെ അല്ലെങ്കിൽ കൂടെയുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കുകയും അവർ പറയുന്നതായ ചെയ്യുന്നതായ കാര്യങ്ങളെ കണ്ണടച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരുമാണ് പൊതുവെ ഈ നക്ഷത്രക്കാർ. എന്നാൽ ഒരു ഘട്ടം എത്തുമ്പോൾ ഇവർക്ക് പല കാര്യങ്ങളും ജീവിതത്തിൽ നിന്നും നഷ്ടമായി എന്ന് വരാം. സമ്പാദ്യം ഇവരുടെ ജീവിതത്തിൽ നിന്നും നഷ്ടമായി എന്ന് വരാം. അതല്ല, ധനപരമായ പല വിധത്തിലുള്ള നഷ്ടങ്ങൾ ഇവർക്ക് ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. അതിനാൽ തന്നെ ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ട് പോയില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കും. അതിനാൽ ഒപ്പമുള്ളവരെ നിങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കി, അല്ലെങ്കിൽ ആരെയാണോ സഹായിക്കേണ്ടത് ആ സുഹൃത്തിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാണ് ശുഭകരം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ദോഷകരമായ കാര്യങ്ങൾ, അത് ധനപരമായി മാത്രമല്ല മറ്റു രീതിയിലുള്ള മാനസികപരമായ പ്രശ്നങ്ങൾക്കും കാരണമാകുന്ന കാര്യങ്ങളും സംഭവിക്കാവുന്നതുമാണ്. അതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. കാർത്തിക നക്ഷത്രക്കാർക്കും ഇത്തരത്തിലുള്ള ദോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. പലപ്പോഴും സുഹൃത്തുക്കളെയും വേണ്ടപ്പെട്ടവരെയും കണ്ണടച്ച് വിശ്വസിക്കുകയും അവർക്ക് ദോഷകരമായ അല്ലെങ്കിൽ വിഷമകരമായ സന്ദർഭങ്ങളിൽ സഹായിക്കുകയോ അല്ലെങ്കിൽ മറ്റവസരങ്ങളിൽ അവർക്ക് സഹായങ്ങൾ നൽകുന്നവരാണ് പലപ്പോഴും ഈ നക്ഷത്രക്കാർ. എന്നാൽ പലപ്പോഴും ഇവരിൽ നിന്നും, എല്ലാവരിൽ നിന്നും എന്ന് പറയുന്നില്ല, ചിലരിൽ നിന്നും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. വേണ്ടപ്പെട്ടവരിൽ നിന്നും അല്ലെങ്കിൽ ഇത്തരത്തിൽ ധനപരമായ നഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ധനപരമായ നഷ്ടങ്ങൾ എന്നാണ് പറയുന്നത്. അതിനാൽ തന്നെ തീർച്ചയായും ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സമ്പാദ്യം തന്നെ നഷ്ടമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു.
അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മറ്റുള്ളവർക്ക് ധനം കടമായി നൽകുവാനോ അല്ലെങ്കിൽ ധനപരമായ മറ്റ് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. രേവതി നക്ഷത്രക്കാരും പലപ്പോഴും പല വ്യക്തികളെയും കണ്ണടച്ച് വിശ്വസിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവരാകുന്നു. അല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ട് ബിസിനസ്സോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ചെയ്യുവാനുള്ള സാധ്യതകളുണ്ട്. ഇത്തരം വ്യക്തികൾ നിങ്ങളെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായി ചതിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അതിനാൽ ഇത്തരം വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സമ്പാദ്യം തന്നെ നഷ്ടമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ തന്നെ ഏതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ടും ധനപരമായ സഹായങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബിസിനസ് കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. അതല്ല എങ്കിൽ നഷ്ടങ്ങൾ വന്നു ചേരാം. ചതയം നക്ഷത്രക്കാർക്കും മനസ്സരിവ് പലപ്പോഴും കൂടുതൽ തന്നെയാകുന്നു. പലപ്പോഴും പല വ്യക്തികളെയും കണ്ണടച്ച് അല്ലെങ്കിൽ അകമഴിഞ്ഞ് സഹായിക്കുന്നവർ തന്നെയാണ് ഏവരും. ഒരു വ്യക്തിയുടെ വിഷമഘട്ടത്തിൽ സഹായിക്കേണ്ടത് അനിവാര്യവുമാണ്. എന്നാൽ പലപ്പോഴും ഇവർക്ക് ഇത്തരത്തിൽ സഹായിക്കുന്നതായ കാര്യങ്ങൾ തിരികെ ലഭിക്കണം എന്നില്ല. അതായത് ഇവർ സഹായിക്കുകയാണ് എങ്കിൽ പോലും ആ വിഷമഘട്ടം കഴിഞ്ഞാൽ ഇവർക്ക് തിരികെ അത്തരം കാര്യങ്ങൾ ലഭിക്കണം എന്നില്ല. ആ ധനം തിരികെ ലഭിക്കണം എന്നില്ല. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ചതിവ് പ്രതീക്ഷിക്കാവുന്നതാണ്. തന്മൂലം സമ്പാദ്യം നഷ്ടമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകേണ്ട നക്ഷത്രക്കാർ തന്നെയാണ് ചതയം നക്ഷത്രക്കാർ. ശ്രദ്ധ പുലർത്തി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായ നേട്ടങ്ങൾ പലപ്പോഴും ജീവിതത്തിലേക്ക് കടന്നു വരാം. ഇത്തരത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതായ ധനം പല കാര്യങ്ങളാൽ നഷ്ടമാകുവാനുള്ള സാധ്യതകളുണ്ട്. മറ്റൊരു വ്യക്തിയെ അമിതമായി വിശ്വസിക്കുകയോ അല്ലെങ്കിൽ വ്യക്തികളെ അമിതമായി വിശ്വസിച്ച് അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിലൂടെ ബിസിനസ് പരമോ അല്ലാതെ അവരെ സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ടോ ധനനഷ്ടം സംഭവിക്കുകയോ സമ്പാദ്യം തന്നെ നഷ്ടമാകുവാനോ സാധ്യത കൂടുതലാകുന്നു. അതിനാൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോയില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ഭാവിയിൽ വളരെയധികം ദോഷകരമായ ഫലങ്ങൾ നൽകും. അതിനാൽ ശ്രദ്ധാപൂർവം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് അല്ലെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. പൂരുരുട്ടാതി നക്ഷത്രക്കാരും പൊതുവെ മറ്റുള്ളവരെ വളരെയധികം സഹായിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിഷമഘട്ടത്തിൽ ഓടിയെത്തുന്ന വ്യക്തികളാണ് എന്ന് പറയാം. എന്നാൽ പലപ്പോഴും ഇവർ മറ്റുള്ളവരെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പണം കടം നൽകുകയും തിരികെ ലഭിക്കാനുള്ള സാധ്യതകളോ അല്ലെങ്കിൽ പല വിധത്തിൽ സാമ്പത്തികപരമായി ചതിക്കപ്പെടുവാൻ സാധ്യത കൂടുതലാകുന്നു. തന്മൂലം സമ്പാദ്യം തന്നെ നഷ്ടമാകുവാനുള്ള സാധ്യതകൾ ഇവർക്ക് കൂടുതലാകുന്നു. ഇത്തരം വ്യക്തികളുമായി സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് പുറമെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനനഷ്ടം ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ, അതായത് നിങ്ങൾ ചെയ്യുന്നതായ ഏതൊരു കാര്യവും സസൂക്ഷ്മം ശ്രദ്ധിച്ച് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് ധനം നഷ്ടമാകുവാനോ നിങ്ങളുടെ സമ്പാദ്യം തന്നെ നഷ്ടമാകുവാനോ സാധ്യത കൂടുതലാകുന്നു. അതിനാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക.